വി.ഡി. സതീശൻ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 100 ദിവസം കൊണ്ട് 541 പദ്ധതികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്നു മുതൽ ഇതാ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. ഓരോ 20 ദിവസവും പദ്ധതികളുടെ നടത്തിപ്പ് റിവ്യൂ ചെയ്യും. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, 100 ദിനം കൊണ്ട് 541 പദ്ധതികൾ, ഒരുപക്ഷെ അത് റെക്കോർഡിടൽ കൂടിയായിരിക്കും. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം കിഫ്ബി ഏതായാലും തുടർന്ന് അങ്ങോട്ട് കിഫ്ബി വഴി പദ്ധതികൾ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സർക്കാരിന്റെ പ്ലാൻ? വിനീത, ധനവിനിയോഗ ബില്ലിന്മേലുള്ള മറുപടി പ്രസംഗ സമയത്താണ് ധനവകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 100 ദിന കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചത്. 100 ദിവസം കൊണ്ട് 541 പദ്ധതികൾ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിലുള്ളത്. ഈ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നത് വിശദീകരിച്ചിട്ടില്ല. അല്പസമയത്തിനകം അതിനെ സംബന്ധിച്ച ഒരു വ്യക്തത കൈവരും. ഇപ്പോൾ താൻ പ്രസംഗിക്കുന്ന സമയം മുതൽ തന്നെ ആ പദ്ധതിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു എന്നുകൂടി വി.ഡി. സതീശൻ പറഞ്ഞു. ഓരോ 20 ദിവസം കൂടുമ്പോഴും ഓരോ പദ്ധതികളുടെയും വേഗത, അതിൻ്റെ നിലവിലെ അവസ്ഥ എന്നിവയെക്കുറിച്ച് പഠിക്കും എന്ന കാര്യവും വി.ഡി. സതീശൻ നിയമസഭയുടെ അവസാന ദിവസം, ആദ്യ സെഷനിലെ അവസാന ദിവസത്തെ അവസാന നടപടിക്രമമായിരുന്നു ധനവിനിയോഗ ബില്ലിന്മേലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. അതിലാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ശരി, ഏതായാലും റഹീസ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. 541 പദ്ധതികളാണ് 100 ദിവസം കൊണ്ട് നടപ്പാക്കാൻ പോകുന്നത്. അത് ഏതൊക്കെ പദ്ധതികളാണ് എന്നതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്.